ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വീടിനോട് കുറച്ച് മാറിയുള്ളൊരു ഒരു പറമ്പാണ്. ഇവിടെ നിന്നും കുറച്ച് മാറി, അതായത് ആ ഭാഗത്താണ് കുട്ടിയുടെ വീടുള്ളത്. അതിന് എതിർദിശയിൽ ആണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഈ നിൽക്കുന്ന ഇടം ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ കുളം, ഏതൊരു ചതുപ്പ് കുളം ആ രീതിക്കുള്ള ഒന്നാണ്. അവിടെയാണ് ഈ സംഭവം നടന്നത്. ഈ തിരയുന്ന സമയത്തൊക്കെ തന്നെ ഈ ജോജോയും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഏകദേശം 6:30-ക്ക് ശേഷമാണ് കുട്ടിയെ കാണാതാകുന്നതും തിരച്ചിലൊക്കെ തന്നെ ആരംഭിക്കുന്നത്. തിരച്ചിലിനൊക്കെ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന കുളത്തിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്നാണ് ലഭിച്ചത്. നമ്മൾ ഏത് സമയത്താണ് തിരച്ചിൽ തുടങ്ങിയത്? ഒരു 6:30 മുതൽ തുടങ്ങുന്നുണ്ടാവും. ഇവര് വീട്ടുകാരൊക്കെ ഒരു 5:30-ക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളൊക്കെ എത്തുമ്പോഴേക്ക് ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. പിന്നെ അത് കിട്ടുന്നവരെ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ജോജോ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. സമയത്ത് എന്താ ജോജോ പറഞ്ഞത്? ഞാൻ കൂടെ അവിടം വരെ പാടത്തിനോടെ വന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് വിട്ടു എന്നാ പറഞ്ഞത്. തിരിച്ച് ഓടിച്ചു വിട്ടു എന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് മറ്റേ വീഡിയോ ക്യാമറ ഫുട്ടേജ് കിട്ടിയപ്പോൾ അതിനകത്ത് ഒരു 6-8 രണ്ടുപേരും കൂടി വരുന്നത് കാണുന്നത്. പിന്നെ ആ രീതിയിലാണ് പോലീസ്. അപ്പോൾ പിന്നെ ഓൾറെഡി പിന്നെ അറിയാവുന്നത് കൊണ്ട് പോലീസിന് സംശയമുണ്ട്. പിന്നെ പ്രസിഡന്റൊക്കെ എപ്പോഴായിരുന്നു വന്നതും മറ്റു കാര്യങ്ങളും? ഞങ്ങളൊരു 6:30 കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇവിടെ ഉണ്ട്. ഈ ജോജോ ശരിക്കും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ ഉള്ളൊരു ഇവിടെ ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ചെറിയ കളവുകളൊക്കെ നമ്മൾ നാട്ടിലുള്ള കളവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇവിടെ ഈ ഭാഗം മുഴുവനും ഈ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. കുറച്ച് ഈ പാടം അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത് കുറച്ച് പിള്ളേർ സെറ്റ് കൂടെ വരാറുണ്ട്. അവനും ആ കമ്പനിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ സംസാരത്തിൽ സംശയം തോന്നി. പിന്നെ സൈഡെടുത്ത് പറഞ്ഞു, സാർ അവനെ കയറ്റിയിട്ട് ഒന്ന് ചോദ്യം ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കയറ്റിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേക്കും ഏകദേശം കുറേ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴും ഞങ്ങളിവിടെ അന്വേഷിച്ച് കിടക്കായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് അവനെ കുളത്തിൽ വീണ കണ്ടു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോലീസ് ഭംഗിയായിട്ട് ചോദിച്ചപ്പോഴാണ് അവൻ കുറ്റം സംഭവിച്ചത്. നമ്മൾ ഈ തിരയുന്ന സമയത്തൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുട്ടി ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷ. കാരണം ഇത്രയും ദൂരെ കുട്ടി ഒറ്റയ്ക്ക് വരില്ല എന്നുള്ളൊരു നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു. ഞങ്ങൾ 1-2 ഇവിടെയൊക്കെ വന്ന് പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് നോക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത്ര നമ്മൾ ഇങ്ങോട്ട് ആ കുട്ടി ഒറ്റയ്ക്ക് വരില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ആരെങ്കിലും കൂടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്ക് അത്ര ഇതിലിപ്പം ഈ കുട്ടിയെ ഈ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നാണോ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. പോലീസ് ഇന്നലെ അങ്ങനെയാണ് സ്ഥിരീകരിച്ചത്. 2-3 വട്ടം തള്ളിയിട്ടു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കുട്ടി കയറി വരാൻ നോക്കുമ്പോൾ വീണ്ടും ലാസ്റ്റ് ചവിട്ടി ഇട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അങ്ങോട്ട് വന്ന് അവിടെ ഒരു ജാതിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് ഒരു കുട്ടി കാണുന്നത്. അതുവരെ ഉണ്ടായിരുന്നു ഈ കുട്ടീനെ. കുട്ടിയല്ല, ഈ ജോജോനെ കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് അന്വേഷിച്ച് വരുമ്പോ പറഞ്ഞു കുട്ടിയെ കണ്ടോന്ന് വെച്ചപ്പോ ഇല്ല, ഞാൻ തിരിച്ചു വിട്ടു, അവര് പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗത്താണ് കുട്ടിയെ ലഭിച്ചത്. ഈ ഭാഗത്ത് നിന്നാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത്രയും ഒരു ഉൾപ്രദേശത്തേക്ക് കുട്ടി എത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ പരിശോധനകളൊന്നും തന്നെ എത്തിയിരുന്നില്ലല്ലോ അല്ലേ? ഈ കുളത്തിന്റെ ഭാഗത്തൊക്കേക്കും കുട്ടി വരാറുള്ള ഒരു സ്ഥലമാണോ ഇവിടേക്ക്? കുട്ടി ഇങ്ങോട്ട് ഒന്നും വരാറില്ല. പക്ഷെ ഇവൻ ഇവിടെ വന്ന് ചൂണ്ടിടാറുന്ന സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. ഈ ജോജോ ഇവിടെ വന്ന് മീൻ പിടിക്കാൻ ചൂണ്ടിടാറെന്ന് പറഞ്ഞു. അപ്പൊ ചാമ്പയ്ക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്വാധീനിച്ചു എന്നാണ് പോലീസ് ഇന്നലെ പറയുന്നത്. അപ്പൊ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കുട്ടിയും ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെ? ഇവര് അത്യാവശ്യം അറിയാവുന്ന. പിന്നെ അവരുടെ ജോജോന്റെ ബന്ധുവിന്റെ വീട് കുട്ടിയുടെ വീടിന്റെ അപ്പുറത്താണ്. പിന്നെ അധികം ദൂരമല്ല, ഇവിടുന്ന് ഒരു 250 മീറ്റർ അവന്റെ വീടും ഇതായിട്ടുള്ളൂ. പിന്നെ ആളിങ്ങനെ ഒരു ചെറിയൊരു മനസ്സ്, പക്ഷെ അതത്ര ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ അതൊരു കുറ്റം ചെയ്യാനായിട്ടുള്ള 3-4 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വരാനൊക്കെ 3-4 ദിവസം. പിന്നെ ഇനി മൈക്കിന്റെ കൂടെയൊക്കെ പോകും. അനൗൺസ്മെന്റ് അല്ല മറ്റേ ഇതിന്റെ കാര്യത്തിനൊക്കെ പ്രോഗ്രാമിനൊക്കെ അതൊക്കെ അറിയാം. അങ്ങനെ മന്ദബുദ്ധി എന്ന് പറയാൻ പറ്റില്ല അവനെ. പിന്നെ ആള് നല്ലൊരു സൈസാണല്ലോ. ഈ പ്രായത്തിനും കൂടുതലുള്ള ശരീര വളർച്ച ഉള്ള ഒരാളാണ്. ഞാൻ 2-3 വട്ടം ചോദിച്ചു, നീ കൊച്ചിനെ ഞാൻ തിരയുമ്പോ തന്നെ ഇവിടെ ചോദിക്കും. എനിക്ക് ഇവരെ ഏകദേശം ഒരു അറിയാം, പിന്നെ ഒരു സ്വഭാവം അറിയാവുന്നത് എങ്ങനെയാണ്. അപ്പൊ നീ കുട്ടിയെ എന്നെ ഞാൻ അവിടം വരെ വന്നു, കുട്ടിയെ ഞാൻ അങ്ങോട്ട് തിരിച്ച് ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴും നമ്മളൊപ്പം തിരയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടാ കൊണ്ടുപോകണം, ഇങ്ങോട്ടൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നില്ല. എവിടം വരെ പോയി എന്ന് വെച്ചാൽ അതിൽ പോയി ആ പാടത്തിന്റെ സൈഡ്. പിന്നെ അവിടെ ചെറിയ 2-3 കുളങ്ങളൊക്കെ ഇതുപോലെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഇറങ്ങി നോക്കി. ചെറിയ തോട്. പിന്നെ അപ്പൊ സന്ധ്യയായി തുടങ്ങിയല്ലോ സമയം. അപ്പം വീഴുന്ന കണ്ടു പറഞ്ഞത് അത് പോലീസ് ചോദ്യം ചെയ്ത പിന്നെ നമുക്ക് ഏകദേശം 8:45 8:00 കൂടി തന്നെയാണ് ഈ കുളത്തിൽ അങ്ങനെ വന്ന് വീണ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പോലീസ് ഒപ്പം തന്നെ വന്നു. നമ്മളപ്പം തന്നെ ഇവിടെ വന്നു.
നോക്കിയപ്പോഴത്തേക്ക് നമ്മള് ഇന്നലെ രാത്രി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടീനെ കണ്ടെത്തിയില്ല ഈ കുളത്തിലേക്ക് വരുന്നൊന്നും കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ 8:30 ശേഷമാണ് പോലീസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ SI ഒക്കെ ഉണ്ട്, ടീം കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയുമ്പോഴാണ് നമ്മൾ ഈ കുളത്തിലേക്ക് വന്നപ്പോൾ ഏകദേശം കൺഫേം ആയിരുന്നു അവൻ സമ്മതിച്ച സ്ഥിതിക്ക്. പക്ഷെ അവനത് ഉറപ്പുവരുത്തിയിട്ടാണ് പോയെന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ മൊഴിയിൽ ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ സാധനത്തിലൊക്കെ പറയുമ്പോൾ അവനെ വലിയൊരു കുറ്റബോധമായിട്ട് തോന്നിയിട്ടില്ല. അവനവിടെ വളരെ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങണ മാതിരി പിന്നെ ചിരിച്ചൊക്കെയാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു അതെ, തീർച്ചയായും. അതായത് കുട്ടി ഈ അവധിക്കാലമായതിനാൽ തന്നെ കുട്ടി കളിക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. ആ പരിസരത്തൊക്കെ മറ്റു കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. മറ്റ് നിരവധി കുട്ടികളും ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിൽ പിന്നീട് ഈ ജോജോ അവിടെ നിന്നും ഈ കുട്ടിയുമായി ഒരു ഓടിപ്പോകുന്ന ഒരു CCTV ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അവിടെ നിന്നാണ് പിന്നീട് ഈ കുട്ടിയെയും ഇരുവരെയും കാണാതാകുന്നത്. ഇയാൾ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കുഴപ്പമുള്ള ഒരാളായിരുന്നു. ജാമ്യത്തിൽ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അന്ന്. ഒരു മോട്ടോർ സൈക്കിൾ അല്ല, കളവൊക്കെ ഉണ്ടായിരുന്നു ചെറിയത്. പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ അവൻ എടുത്തുകൊണ്ടെന്ന് അതിൽ പ്രതിയായിരുന്നു. പിന്നെ അവന് ജാമ്യത്തിൽ എടുത്തില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവന്റെ ആന്റി വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്, ഈ പരിസരത്തുണ്ടാവാൻ അവന്റെ അമ്മ അന്വേഷണം നടക്കണ്ടായിരുന്നു. വീട്ടിലെ അമ്മയ്ക്കും കുറച്ച് മാനസിക പ്രശ്നമൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ ശ്രദ്ധിക്കാത്തൊരു ഇതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവനെ പറ്റി. ഇങ്ങനെ ഒരു ദുരൂഹതയുള്ള ഒരു ഇതാണ്. വീട്ടിൽ വലിയ കൺട്രോളൊന്നും ഇല്ല. പിന്നെ ഒരു ഭക്ഷണപ്രിയനാന്ന് തോന്നുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ പിള്ളേർക്ക് കൊടുത്ത് അങ്ങനെ ഒരു പിന്നീടാണ് മനസ്സിലാവണം അവിടെ പോയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതവൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നല്ലോ. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ നിങ്ങൾ കാണാറുണ്ടോ? കുഞ്ഞു നല്ല ഭംഗിയുള്ള കുട്ടി, നല്ല ഞങ്ങൾ ഈ പള്ളിയിലൊക്കെ വരുമ്പോ അവൻ കളിച്ചോണ്ടിരിക്കും. ഇതിനെ കൊണ്ട് 3 പിള്ളേരുണ്ട്. അത് രണ്ടാമത്തെ കുട്ടിയാണത്. ഈ റോട്ടിൽ കൂടെ അധികം ഇതിൽ ഗതാഗതമുള്ള വഴിയല്ല. ടൈല് വിരിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക. അവിടെ ഈ ഞങ്ങളുടെ പാടത്തൊക്കെ ഒന്നായിട്ട് വരുന്ന കണ്ടപ്പോ ഇവര് ബന്ധുക്കള് അവന്റെ കൂടെ പോരുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ കുറച്ച് അറിയാവുന്ന പ്രതീക്ഷയില്ലല്ലോ, കുറച്ചൊരിതാണല്ലോ. പിന്നെ ഇവന്റെ സ്ഥിരം ഈ ഏരിയ ആണ്. ഈ ഏരിയ ഒക്കെ ഇടാൻ വരുന്നെന്നും പറഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ്. പിന്നെ എന്റെ വീടിന്റെ ഭാഗത്തൊക്കെ ഒരു 5:30 അവൻ ആ ഭാഗത്തേക്ക് നടന്നൊക്കെ ഉണ്ടായിരുന്നു.